ഹായ് കൂട്ടുകാരെ, ഇത് കണ്ടോ? അടിച്ച് പാമ്പായി കിടക്കുവല്ല ഇവൻ, ചത്ത് കിടക്കുവാണ് കേട്ടോ. വലയിൽ കുരുങ്ങി ചേരയാണിത്. കണ്ടോ, ചത്ത് കിടക്കുവാണ്. ഇവനെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തി വിട്ടതാണ്. പിന്നെ അവൻ വലയിൽ തന്നെ ചെന്ന് കുരുങ്ങി. നമ്മൾ കോഴീനെ വളർത്താൻ വേണ്ടിയിട്ട് വലയൊക്കെ കെട്ടിയിട്ടുണ്ടേ, അപ്പോൾ അവിടെ വന്ന് കുരുങ്ങിയതാണ് അവൻ. കണ്ടോ, നല്ല മുട്ടൻ ചേരയാ, അടിച്ച് പാമ്പായി കിറങ്ങി കിടക്കുന്ന പോലെ കിടക്കുക. ഇതാണ് അടിച്ച് പാമ്പായി കിറങ്ങി കിടക്കുന്നെന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം. മുട്ടൻ ചേരയാണ് കേട്ടോ. ഞാൻ മുറ്റം തൂക്കാനായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ചെന്നപ്പോഴാണ് കേട്ടോ ഈ കാഴ്ച കാണുന്നത്. കണ്ടോ, വലയിൽ കുരുങ്ങി ചത്തിരിക്കുക ഇവൻ. അപ്പോൾ ഇവനെ നമുക്ക് കുഴിച്ചിടണമല്ലോ, അതിനായിട്ടൊരു കുഴിയൊക്കെ എടുക്കണം. അപ്പോൾ ഇനി അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ. താഴ്ത്തില്ലെങ്കിൽ നാട്ടോടിക്കൂടി ചെറുത് നോക്കി. അങ്ങനെ നമ്മൾ അവനെ കുഴിച്ചു മൂടിയട്ടാ. നേരത്തേക്ക് പതിമുഖം തിളപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം തിളപ്പിച്ച് രണ്ടാമത്തെ പ്രാവശ്യം തിളപ്പിച്ച് കളർ മാറും. ഇത് നാലാമത്തെ പ്രാവശ്യം വെള്ളം തിളപ്പിച്ചതിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, എന്താ കളറാണ്? ഇങ്ങനെയാണോ പതിമുഖത്തിൻ്റെ കളറ്? രുചിയൊന്നുമില്ല ഇതിന്. ഇത് നാലാമത്തെ പ്രാവശ്യം തിളപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള സംഭവമാണിത്. ഇത്രയും കളറുണ്ടാവുമോ? എനിക്കറിഞ്ഞൂടാ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മൾ കുടിക്കുന്നില്ല ഇനി പതിമുഖത്തിൻ്റെ വെള്ളം. ഇത്രയും കളറൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. 4 പ്രാവശ്യം തിളപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള വെള്ളമാണിത്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.